താരം പതിപ്പിച്ച കൂടാരം രാവിൽ നിലാവിൻ്റെ പൂരം ചോലകളും കുയിലാളും സാജിന്റെ വീടല്ലേ? ആ ഷാജിന്റെ വീടാണ്. നിങ്ങൾ ആരാ? ഞാൻ സാജിന്റെ ഫ്രണ്ടാണ്. ഷാജി ഒന്ന് കേറിക്കട്ടെ, ഞാൻ അമ്മാനെ വിളിച്ചിട്ട് വരാം. ഉമ്മ 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 നിങ്ങളെ ഫ്രണ്ട് വന്നിക്കണേ. ആ ഫ്രണ്ട് വന്നിക്കണേ. ആരാന്ന് അറിയില്ല, ഞാൻ കേറി ഇരിക്കാൻ വേണ്ടി ഉമ്മാനെ അങ്ങോട്ട് വിളിക്കണ്ട്. ആരാണ്? കേറി വരാൻ പറയേ. ആ അങ്ങോട്ട് വിളിക്കാ. ആ അങ്ങോട്ട് വരാൻ പറ. എന്താടി എന്റെ പോലെങ്ങനെ? സാജിയെ എന്നെ കണ്ടിട്ട് മനസ്സിലാവുന്നില്ല. എന്താ പണി? എന്താ വാക്ക് പറ്റി? ഞാൻ ആരാണ് റബ്ബേ ഈ കാണുന്നത്? കേറി വാടി, എന്നിട്ട് ഒരുപാടായല്ലോ എന്നെ കണ്ടിട്ട്. കേറി വായോ, ഇരിക്കും. എന്നിട്ട് വാ ജി. എങ്ങനെ മോളെ ഇവിടെ എത്തിപ്പെട്ട്? ഞാൻ എന്റെ സ്വപ്നത്തിൽ വിചാരിച്ചിട്ടില്ല ഇവിടെ എത്തും. എങ്ങനെ എത്തി? ആരാണ് എന്റെ വീട്ടിന്റെ വഴിയൊക്കെ പറഞ്ഞു ചോദിച്ചു വന്നതാണ്. എന്താ മോളെ ഇത്? എന്താ നമുക്ക് പറ്റി? എന്താ പണ്ട് കോലൊക്കെ ഇങ്ങനെ? എന്താടി ആകെ കരിവാളിച്ചിരുന്നേ? എന്താ എനിക്ക് ടെൻഷൻ? ഒരു ടെൻഷൻ ഉണ്ട് നമുക്ക്. എന്താ എന്റെ മുഖമൊക്കെ കരിവാളിച്ചിരുന്നുണ്ട്? എന്താ പറ്റി? ഒന്നും പറയണ്ട, ഞാനൊരു വല്ലാത്തൊരു വിഷമത്തിലാണ്. പിന്നെ നമ്മൾ പ്രതീക്ഷിതമായിട്ടൊന്നും ആവില്ലല്ലോ ജീവിതം. എന്റെ ജീവിതം എങ്ങനെയാണ്? ഞാനോട് മറക്കുന്നു. വാടകന്റെ പ്രശ്നമാണ്. 3 മാസമായി വാടക കൊടുത്തിട്ടില്ല. വാടകക്കാർ ഇവിടെ വന്ന് ഒരുപാട് പ്രശ്നമൊക്കെ ഉണ്ടാക്കിയിട്ട് പോയതാണ്. അപ്പോഴാണ് എൻ്റെ കാര്യം എന്താ ചെയ്യേണ്ടി, എന്താ കാട്ടേണ്ടിന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അയാൾ ഇനി വന്നാൽ പെരേന്ന് ഇറങ്ങി കൊടുക്കേണ്ടി വരും. ഇനിയപ്പോൾ വാടകക്കാണില്ലേ? ഞാൻ ഈ വാടകക്കാണെന്നൊന്നും വിചാരിച്ചില്ല കേട്ടോ. സത്യമായിട്ട് ഞാൻ ഈ നല്ല സെറ്റപ്പിലൊക്കെ ആവുമെന്ന് വിചാരിച്ചത്. എന്നിട്ട് എത്ര കുട്ടികളുണ്ട് എനിക്ക്? മാപ്പിളെ എനിക്ക് 4 ആൺകുട്ടികളാണ്. മാഷാ അല്ലാഹ്, എനിക്ക് 4 ആൺകുട്ടികളല്ലേ. പിന്നെ എന്തിനാ ഈ പേടിക്കുന്നത്? പേടിയൊന്നും ഇല്ലടി എനിക്ക്. പിന്നെന്താ, മാപ്പൾക്ക് കൂലിപ്പണിയാണ്. പിന്നെന്താ, എന്റെ മക്കളിലാണ് പ്രതീക്ഷ. അള്ളാഹു വലിയാനല്ലേ, മക്കളിലാ പ്രതീക്ഷ കൊടുക്കട്ടെ. അള്ളാഹു അവർക്ക് ആയാലും വർക്കത്തും കൊടുക്കട്ടെ. അപ്പൊ മോളെ ഞാൻ പോട്ടടി, ടെൻഷൻ അടിക്കണ്ട കേട്ടോ. ഇനി നല്ല ഹാപ്പിയിൽ ഇരിക്കണം. ഇനി ഞാൻ വരുമ്പോ എന്റെ മുഖം ഇങ്ങനെ കാണരുത്, മനസ്സിലായോ? നല്ല ഇതില് നല്ല സന്തോഷത്തിലിരിക്കാം കേട്ടോ. വാടക ഇതൊക്കെ അങ്ങനെ മാറും, അതൊക്കെ കണ്ട് തീരും. അപ്പൊ കൂട്ടാവുന്നതേ ഉള്ളൂ. അപ്പൊ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പോവാണല്ലേ? വരണട്ടാ. എന്തെങ്കിലും കാട്ടട്ടെ, അവർക്ക് വേണ്ടിയൊക്കെ അവർ ചെയ്യട്ടെ. എല്ലാം പറഞ്ഞ കാട്ടുമ്പോൾ പറഞ്ഞില്ലേ നിങ്ങൾ എന്താണ് ഇവിടെ കാണിച്ചു കൂട്ടുന്നത്? ആണുങ്ങളില്ലാത്ത വീട്ടിൽ വന്നിട്ട് പെണ്ണുങ്ങളെ വന്നിട്ട് ഉപദ്രവിക്കാണ്. ഇത് ആണുങ്ങൾക്ക് ചേർന്ന പരിപാടിയാണോ? നിങ്ങളുടെ വീട്ടിലും ഇല്ലേ നിങ്ങളുടെ പെങ്ങന്മാരൊക്കെ? നിങ്ങൾ ഇങ്ങനെയൊക്കെയാണോ ചെയ്യല്? നിങ്ങളൊരു മനുഷ്യനാണ്. നിയമം എന്താണെന്നറിയാം? അല്ലേ, അതാരാണിത്? നിയമം പഠിപ്പിക്കാൻ? നിയമം പഠിപ്പിക്കാനല്ല, നിയമം മനസ്സിലാക്കണം ആദ്യം.
പൈസ അല്ല, വാടക പ്രശ്നമല്ലേ, ഇത് തന്നാ തീരാവിടെ പ്രശ്നമുള്ളൂ. എത്ര നിങ്ങളെ എമൗണ്ട് പറയും? 3 മാസത്തെ ഉണ്ട്. 3 മാസത്തെ അല്ലേ ഉള്ളൂ, ഒരു കൊല്ലത്തൊന്നും തരാനില്ലല്ലോ. എന്താ നിങ്ങൾക്ക് തരാൻ വല്ല ഉദ്ദേശമുണ്ടോ? ആടോ ഞാൻ തരൂ. നിങ്ങൾ കൊണ്ടാ ഇതിന് ഇവർ തരാനുള്ള ബാലൻസ്, ഇനിയുള്ള ബാലൻസ് ഇവർ നിൽക്കുന്നത് വരെ ഉള്ളതും ഇതിലുണ്ട്. ഇനി മേലാൾക്ക് ഈ ഇവരെ കാലാവധി വരുന്ന വരെ ഇവരെ ബുദ്ധിമുട്ടിച്ചെന്ന് ഞാൻ അറിഞ്ഞാൽ ഞാനായിരിക്കും നിയമത്തിൻ്റെ മുന്നിൽ പോകുന്നത്. മനസ്സിലായോ? ഇനി ഇവർക്കൊരു പ്രശ്നം ഉണ്ടാകാൻ ഞാനായിരിക്കും നിയമത്തിൻ്റെ മുന്നിൽ പോകുന്നത്. ഇതാ നിങ്ങളെ ഫുള്ള് എമൗണ്ട് ഉണ്ട് ഇതിൽ. ഇത് തരുന്നതിൻ്റെ മുന്നേ നിങ്ങളോടൊരു വാക്ക് എനിക്ക് പറയാനുണ്ട്. ഇതുപോലെ ഒരുപാട് പാവപ്പെട്ടവരുണ്ട്, അവരെ മുന്നിൽ വന്നിട്ട് ഇതേപോലെ ഓരോ ഷോ കാണിക്കുന്നുണ്ടല്ലോ. അത് ചെയ്യുന്നവനെ ഒരു മനുഷ്യനല്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ പാവപ്പെട്ടവൻ്റെ മനസ്സ് മനസ്സിലാക്കണം. അതാണ് ഒരു മനുഷ്യൻ. അത് മനസ്സിലാക്കാത്തവന് ഒരു മനുഷ്യനല്ലടോ. അത് ആദ്യം മനസ്സിലാക്കിയിട്ട് ജീവിക്കൂ, അപ്പോഴേ നിങ്ങളൊരു മനുഷ്യനാവുള്ളൂ.